പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഒരു വർഷം മുമ്പ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് ശുപാർശ ചെയ്തത്. FCRI നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആലത്തൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. സംഭവത്തിൽ BJP പ്രവർത്തകനാണ് പിടിയിലായത്. അതിക്രമത്തിന് പിന്നാലെ രക്ഷപ്പെട്ട ഇയാളെ 2 ദിവസങ്ങൾക്കപ്പുറമാണ് പോലീസ് പിടികൂടിയത്. പെരളിപ്പാടം സുരേഷാണ് അറസ്റ്റിലായത്. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പളനിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. വ്യാഴാഴ്ചയാണ് പാടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയ്ക്ക് നേരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ. മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയെന്നും കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ കൊണ്ടുവരാൻ മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. പാലായിൽ UDF-ന് ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാവുക, അത് മാണി സി കാപ്പൻ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളും ആരംഭിച്ചു. ജോസ് കെ മാണിക്ക് പാല കൊടുക്കണമെന്ന് നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. ജോസ് കെ മാണി രാഷ്ട്രീയ കോപ്രായം കാണിക്കുന്ന ആളാണ്. തെരഞ്ഞെടുക്കുന്ന എല്ലാ സ്ഥാനങ്ങളും പാതി വഴിയിൽ രാജിവെക്കും. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ കൊണ്ടുവരാൻ മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തെങ്ങുകയറ്റ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ബാലുശ്ശേരി ഉണ്ണികുളം നെരോത്ത് കൊന്നയ്ക്കൽ ഭാഗത്ത് പണ്ടാരപ്പറമ്പിൽ PP മോഹനാണ് ശരീരമാസകലം പരിക്കേറ്റത്. ഇദ്ദേഹത്തെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മങ്ങാട് നെരോത്ത് തോളേത്ത് ഭാഗത്ത് പശുവിനെ പുല്ലരിയാൻ പോയതായിരുന്നു മോഹനൻ. അപ്രതീക്ഷിതമായി പാഞ്ഞെടുത്ത കാട്ടുപന്നി ഇദ്ദേഹത്തെ തേറ്റകൊണ്ട് ശരീരമാസകലം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ ഉയരുന്ന പ്രായവിവാദത്തിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF പരിഗണിക്കുന്നത് വിജയസാധ്യത എന്നാണ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 53% യുവാക്കളെയും സ്ത്രീകളെയും പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചിരുന്നു. യുവാക്കളെ പരിഗണിക്കുന്നു എന്നതിനർത്ഥം മുതിർന്ന ആളുകളെ മാറ്റി നിർത്തുന്നു എന്നല്ല. വിജയസാധ്യതയാണ് UDF പരിഗണിക്കുന്നത്. വയനാട്ടിൽ നടക്കുന്ന നേതൃത്വ ക്യാമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. ലീഗ് അടക്കമുള്ള കക്ഷികളുമായി ക്യാമ്പിന് ശേഷം സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു.